اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 രത്നങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനിൽ അല്ലാഹു തആല 4 രത്നങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 4 രത്നങ്ങളെ മറ്റു ചില 4 കാര്യങ്ങൾ നീക്കിക്കളയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഏതാണ് ഈ 4 രത്നങ്ങൾ? അതിനെ നീക്കിക്കളയുന്ന 4 കാര്യങ്ങൾ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യനിലുള്ള 4 രത്നങ്ങൾ. ഒന്ന് അൽ അഖ്ലു, അവൻ്റെ ബുദ്ധിയാണ്. ബുദ്ധി അമൂല്യമായ ഒരു രത്നമാണ്, ഒരു മുത്താണ്. പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു വദ്ദീൻ, ഒരു മനുഷ്യനിൽ ദീൻ ഉണ്ടാവുക എന്നുള്ളത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു രത്നത്തിന് തുല്യമാണ്. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു വൽ ഹയാ, ലജ്ജയാണ്. ലജ്ജയുള്ളവനാവുക അല്ലെങ്കിൽ ലജ്ജയുള്ളവളാവുക, അത് വലിയൊരു തൗഫീഖ് തന്നെയാണ്. 4 അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു വൽ അമലു സ്വാലിഹ്, സ്വാലിഹായ അമലാണ്. ഈ 4 സാധനങ്ങളാണ് ഒരു മനുഷ്യനിൽ അല്ലാഹു തആല ഫിറ്റ് ചെയ്ത രത്നമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. 1 ബുദ്ധിയാണ്, 2 ദീനാണ്, 3 ലജ്ജയാണ്, 4 സ്വാലിഹായ കർമ്മങ്ങളാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫൽ ഗളബു, എന്നാൽ ദേഷ്യം എന്ന് പറയുന്നത് യുസീലുൽ അഖ്ൽ, അത് ബുദ്ധിയെ നീക്കിക്കളയും. ഒരു വ്യക്തി നല്ല ബുദ്ധിമാനാണ്, കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്യാൻ കഴിവുള്ള പക്വമതിയായ മനുഷ്യനാണ്, തൻ്റെ ഇടമുള്ളവനാണ്, കോമൺ സെൻസ് ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ ഫൽ ഗളബു യുസീലുൽ അഖ്ൽ, ദേഷ്യം അവൻ്റെ ബുദ്ധിയെ നീക്കിക്കളയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ദേഷ്യത്തിനെ നമ്മൾ ഭയപ്പെടുക. എത്ര ബുദ്ധിമാനാണെങ്കിലും നല്ല പക്വമതിയാണെങ്കിലും ആ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് ദേഷ്യം. അത് ഒഴിവാക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, ഏറ്റവും നല്ല അമൽ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടാൻ പാടില്ല. പിന്നെയും ചോദിച്ചു, നബിയെ, പിന്നെന്താണ്? ലാ തഗ്ളബ്. റസൂലുള്ളാഹി ലാ തഗ്ളബ് ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന വചനം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. കാരണം ദേഷ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലാതെയാക്കുന്ന വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയമാണ്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഇനി രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു വൽ ഹസദു, അസൂയ എന്ന് പറയുന്നത് യുസീലുദ്ദീൻ, നമ്മളെ ദീനിനെ നീക്കിക്കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഓരിവെക്കുന്ന ആള്. അള്ളാഹുവാണ് എല്ലാ മനുഷ്യന്മാർക്കും ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. മറ്റൊരാൾക്ക് അള്ളാഹു നൽകിയത് കൊണ്ട് ഒരു വ്യക്തി അസൂയപ്പെടാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ഖദറിന് നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. വൽ ഹസദു, അസൂയ എന്ന് പറയുന്നത് അത് യുസീലുദ്ദീൻ, അത് ദീനിനെ നീക്കിക്കളയും. എത്ര വലിയ ദീനിയാണെങ്കിലും ആബിദാണെങ്കിലും ഇബാദത്ത് ചെയ്യുന്ന ആളാണെങ്കിലും അസൂയ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവന്റെ ദീനിനെ അസൂയ നീക്കിക്കളയും. നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വത്തമഉ, കൊതി, അത്യാഗ്രഹം എന്ന് പറയുന്നത് അത് യുസീലുൽ ഹയാ, അത് ലജ്ജയെ ഇല്ലാതാക്കി കളയും.
കൊതി, അത് ഭയങ്കര ഡേഞ്ചറായ ഒരു കാര്യമാണ്. ദുന്യാവിനോടുള്ള അപാരമായ കൊതി, വല്ലാത്ത അത്യാഗ്രഹം, ആഗ്രഹം, അതൊരു മനുഷ്യന്റെ ലജ്ജയെ എന്ത് ചെയ്യും? ഇല്ലാതെയാക്കി കളയും. ലജ്ജയെ, കൊതി ഇല്ലാതെയാക്കി കളയുമെന്നുള്ള വിഷയം നമുക്ക് ആരും പറഞ്ഞു തരുന്നും വേണ്ട. ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്കും ഒരുപാട് ഉദാഹരണങ്ങൾ ഓടിയെത്തുന്നുണ്ട്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ദുനിയാവിനോടുള്ള ആഗ്രഹം, കൊതി, മോഹം, അത് നമ്മുടെ ലജ്ജയെ നീക്കിക്കളയും. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൽ ഗീബത്തു, പരദൂഷണം എന്ന് പറയുന്നത് അത് തുസീലുൽ അമല സ്വാലിഹ്, അത് സ്വാലിഹായ അമലിനെ നീക്കിക്കളയുന്ന ഒന്നാണ്. ഗീബത്ത് അത് വലിയ ഡേഞ്ചറാണ്. പരദൂഷണം എന്ന് പറയുന്നത് അത് ഗീബത്താണെങ്കിലും നമീമത്താണെങ്കിലും ഒക്കെ അതൊരു മനുഷ്യന്റെ സ്വാലിഹായ അമലിനെ, ഏഷണയും പരദൂഷണവും ഒക്കെ സ്വാലിഹായ അമലിനെ ഇല്ലാതെയാക്കി കളയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ എല്ലാ വഖത്തും പള്ളിയിൽ വന്ന് ജമാഅത്തിന് ആദ്യം നിസ്കരിക്കുന്ന ആളേക്കാരും, പക്ഷെ പരദൂഷണത്തിന്റെ മനസ്സ് പോയിട്ടുണ്ടാവില്ല. നമീമത്തിന്റെ മനസ്സ് പോയിട്ടുണ്ടാവില്ല. അത് നമ്മൾ ഇല്ലായ്മ ചെയ്യുക. അപ്പൊ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ത്? 1, നമ്മളുടെ ബുദ്ധിയെ നീക്കിക്കളയുന്ന ദേഷ്യം. 2, ദീനിനെ നീക്കിക്കളയുന്നതായ അസൂയ. 3, ലജ്ജയെ ഇല്ലാതെയാക്കി കളയുന്ന കൊതി. 4, സ്വാലിഹായ അമലിനെ ഇല്ലാതെയാക്കി കളയുന്ന ഗീബത്ത്. ഈ 4 കാര്യങ്ങളും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.